നമസ്കാരം. യുക്രൈനുമായി കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല ശ്രമങ്ങളും നടത്തുന്നത് തുടരുകയാണ്. അതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇക്കാര്യത്തിൽ ട്രംപിനോട് ഇപ്പോൾ കർക്കശ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വെടിനിർത്തലിനായുള്ള നിബന്ധനകൾ അടിച്ചേൽപ്പിക്കരുതെന്നാണ് പുടിൻ അമേരിക്കൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുടിൻ ഇക്കാര്യം വ്യക്തമാക്കുന്ന വീഡിയോ റഷ്യയുടെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ പുറത്തുവിട്ടു. 3 വർഷം മുമ്പ് ആരംഭിച്ച യുദ്ധം ഒത്തുതീർപ്പാക്കാൻ തന്റെ പക്കൽ നിരവധി നിർദ്ദേശങ്ങളുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അമേരിക്ക ഇതിനായി തയ്യാറാക്കിയ ബ്ലൂ പ്രിന്റിലേക്ക് തങ്ങളെ തള്ളിവിടരുതെന്നും പുടിൻ ആവശ്യപ്പെട്ടു. അമേരിക്കൻ ജനതയ്ക്കും അതോടൊപ്പം തന്നെ ട്രംപ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ നേതാക്കൾക്കും അവരുടേതായ രാജ്യ താൽപര്യങ്ങളുണ്ട് എന്നും പുടിൻ ചൂണ്ടിക്കാട്ടി. അതിനെ റഷ്യ എക്കാലത്തും ആദരവോടെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. റഷ്യയും അതേ രീതിയിൽ പരിഗണിക്കുമെന്നാണ് കരുതുന്നതെന്നും പുടിൻ തുറന്നടിച്ചു. ട്രംപും പുടിനുമായി ഇന്ന് യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യം ഫോണിൽ ചർച്ച ചെയ്യാനിരിക്കുന്ന വേളയിലാണ് റഷ്യൻ പ്രസിഡന്റ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. അതേസമയം മാർച്ച് അവസാനമാണ് പുടിന്റെ വാക്കുകൾ റെക്കോർഡ് ചെയ്തത് എന്നാണ് കരുതപ്പെടുന്നത്. ഇന്ന് താൻ പുടിനുമായി നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷം റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് റഷ്യ നേരത്തെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന പുടിന്റെ വീഡിയോ എടുത്ത് പുറത്തുവിട്ടതെന്നാണ് സൂചന. 3 വർഷങ്ങൾക്ക് മുമ്പ് യുക്രൈനുമായി ആരംഭിച്ച യുദ്ധം വളരെ യുക്തിസഹമായ രീതിയിൽ അവസാനിപ്പിക്കാനുള്ള ശക്തിയും സന്നാഹങ്ങളും തങ്ങൾക്കുണ്ട് എന്നും പുടിൻ അമേരിക്കൻ പ്രസിഡന്റിനെ ഓർമ്മിപ്പിച്ചു. 2022 മുതൽ തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് പുടിൻ ഇതിൽ പരാമർശങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. ഇന്ന് അമേരിക്കൻ സമയം രാവിലെ 10 മണിക്കാണ് പുടിനും ട്രംപും തമ്മിൽ ഫോണിൽ ചർച്ച നടത്തുന്നത്. ഇപ്പോൾ ഓരോ ആഴ്ചയും ഇരു രാജ്യങ്ങളിലും നിന്നായി ശരാശരി 5000 സൈനികരെങ്കിലും കൊല്ലപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുക, അമേരിക്കയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഇരു നേതാക്കളും തമ്മിൽ നടക്കുന്ന ചർച്ചയിലെ പ്രധാന അജണ്ട. ഇന്നത്തെ സംഭാഷണങ്ങൾക്ക് ശേഷം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും നാറ്റോ നേതാക്കളുമായും ചർച്ച നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിന് വിരാമമാകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ഇത്തരത്തിലൊരു യുദ്ധം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.